ഹലോ സ്നേഹിക്കുട്ടി, പുത്തൻ പ്രൊമോയിലുണ്ടല്ലോ നമ്മുടെ സേതു ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ്. നമ്മുടെ പല്ലവി ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അത് കഴിക്കാൻ നമ്മുടെ സേതു കൂട്ടാക്കുന്നില്ല. ലാസ്റ്റ് നമ്മുടെ പല്ലവിയുടെ അടുത്ത് നമ്മുടെ സേതു ദേഷ്യപ്പെടുന്നുണ്ടേ. ഫുഡ് മുമ്പിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ പല്ലവിക്ക് ചെറിയ സങ്കടമൊക്കെ ആവുന്നുണ്ടേ. അപ്പൊ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. അപ്പൊ അമ്മയും ഒരു മുറിയില്, മോനാണെങ്കിൽ പുറത്ത്. അപ്പൊ രണ്ടുപേരെയും നമ്മുടെ പല്ലവി ഭയങ്കര നല്ലൊരു രീതിയിൽ തന്നെ ശുശ്രൂഷിക്കുന്നുണ്ട്. രണ്ടുപേരെയും പുതപ്പിച്ചൊക്കെ ഉറക്കി പല്ലവി അവിടെ ഉറങ്ങാതെയൊക്കെ ഇരിക്കുവാണേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അച്ചു നമ്മുടെ ഋതുവിന്റെ അരികിൽ വന്ന്, ഋതു ഇപ്പൊ വല്ലാത്തൊരവസ്ഥയിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഋതു പോരാത്തതിന് ഗർഭിണിയും കൂടിയാണ്. അപ്പൊ ഋതുവിനെ സംരക്ഷിക്കലാണ് നമ്മുടെ അച്ചുവിന്റെ മെയിൻ പണി. അപ്പൊ ഋതുവിനെ ഇങ്ങനെ എന്താ പറയാ, ഉറക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം നമ്മുടെ അച്ചു തിരികെ മുറിയിലേക്ക് പോകാൻ നേരത്ത് കൃത്യമായിട്ട് നമ്മുടെ ഇന്ദ്രജിത്ത് മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇന്ദ്രിയത്ത് വന്നിട്ട് ഇന്ദ്രിയത്ത് മുറി ലോക്ക് ചെയ്ത് ഇടുന്നുണ്ട്. എന്നിട്ട് ഇന്ദ്രിയത്ത് പറയുന്നുണ്ട്, അച്ചുവിനെ മാറ്റി നിർത്തി ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ വിളിച്ച സ്ഥലത്ത് പട്ടിയെ പോലെ നീ വന്നു എന്ന് എനിക്ക് ഇതിൽ കൂടുതൽ തെളിവ് വേറെ ആരെയും തെളിയിക്കാനില്ല. ഇപ്പൊ ഞാൻ എല്ലാവരും വിളിച്ച് അറിയിക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ അച്ചുവിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ. അപ്പൊ രണ്ട് സ്ഥലത്തും ഇപ്പൊ പൊന്നമ്പലത്തിലായാലും ശരി, നമ്മുടെ സേതുവിന്റെ വീട്ടിലായാലും ശരി, മൊത്തത്തിൽ കാര്യങ്ങൾ കലങ്ങി കിടക്കുന്ന ഒരവസ്ഥയിലാണ് അല്ലെ. കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.